ഗൈസ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സാണ്. അപ്പം ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം 2 കപ്പ് മൈദ എടുത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പുമിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അല്പം കളർ പൗഡറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം എടുക്കുക. ഈ 1 ഗ്ലാസ് എന്ന് പറയുമ്പോൾ അത് പല അളവിലുണ്ടാവും. അപ്പോൾ നിങ്ങളത് എടുത്തിട്ട് ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മാവ് ഒഴിക്കുന്ന കണക്ക്, ചപ്പാത്തിക്കൊക്കെ ഒഴിച്ചെടുക്കുന്ന കണക്ക് നമ്മൾ വെള്ളം ചേർത്ത് വേണം കുഴച്ചെടുക്കേണ്ടത്. അപ്പം ആദ്യം ഒന്ന് പാത്രത്തിലിട്ട് കുഴച്ചതിന് ശേഷം കല്ലിലോ ഒരു പരന്ന പാത്രത്തിലോ ഇട്ട് നന്നായിട്ടൊന്നിത് കുഴച്ചെടുക്കുക. അപ്പം ഏകദേശം നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പം ഒന്ന് സമാധാനത്തോടു കൂടി നിങ്ങളതൊന്ന് ചെയ്യുക കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കണ അതേ രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം അതൊന്ന് നന്നായിട്ട് ഉരുട്ടി എടുത്ത ശേഷം അതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പം കുറച്ച് അരിപ്പൊടി, നെയ്യ്, ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ആവശ്യം കൂടി വരുന്നില്ല. ഇപ്പോൾ നമ്മൾ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് ചേർത്തെടുത്തതിന് ശേഷം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിത് നന്നായിട്ട് നൈസായിട്ട് പരത്തി എടുക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ടിട്ടാണ് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് മാവ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഉരുള ഇതിനൊക്കെ ചേർത്ത് ഏകദേശം സെയിം വലിപ്പത്തിലുള്ള ഉരുളകൾ വേണം നിങ്ങൾ എടുക്കേണ്ടത്. കാരണം നമ്മളിത് 2 എണ്ണം ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സെയിം വലിപ്പത്തിലുള്ളതാവുമ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉരുളകളാക്കി ആദ്യം എടുക്കുക. ഏകദേശം ഞാൻ എടുത്തിട്ടുള്ള ഉരുള ഇതേ സെയിം വലിപ്പത്തിൽ എടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള വലിപ്പത്തിലെടുക്കുക. കാരണം എത്ര വലിപ്പത്തിലെടുത്താലും നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഉരുളയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. പിന്നെ അല്പം മൈദപ്പൊടി ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എത്രത്തോളം നൈസായിട്ട് അത് പരത്തിയെടുക്കുന്നു അത്രത്തോളം ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ സ്നാക്സ് ലഭിക്കും. അപ്പോൾ ഇതുപോലെ ആദ്യം ഒരെണ്ണം പരത്തിയെടുത്ത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഒരു ഏകദേശം നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത ഉരുള എടുത്ത് അതുപോലെ തന്നെ സെയിം ആയിട്ടൊന്ന് പരത്തിയെടുക്കുക. ആദ്യം മൈദാപ്പൊടി ഇടുക, പിന്നെ മാവ് കുറച്ച് മൈദ ചേർത്ത് ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിപ്പോൾ രണ്ടാമത്തെ ഉരുളയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലിട്ട് നമുക്കിനി ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ള നെയ്യാണ് കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 കപ്പ് മൈദ എടുക്കുമ്പോൾ അത് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അങ്ങ് ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. പിന്നെ ആദ്യം അത് പുരട്ടിയതിന് ശേഷം അതിൻ്റെ പുറത്ത് അരിപ്പൊടി ഇടുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അരിപ്പൊടി ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നില്ലായിരുന്നോ, അതെടുത്ത് അതിലങ്ങ് മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്തതുപോലെ വീണ്ടും ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആദ്യം ഒന്ന് നെയ്യ് പുരട്ടിയെടുത്ത് അത് എല്ലാ വശവും, സ്പെഷ്യലി നമുക്ക് 4 സൈഡും ഒരുപോലെ നമുക്കത് നെയ്യ് പുരട്ടേണ്ടതുണ്ട് കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് വരത്തുള്ളൂ. അതിനുശേഷം ഇതുപോലെ അങ്ങ് ഉരുളകളാക്കി ഇങ്ങോട്ട് ഉരുട്ടിയെടുക്കുക. ഓക്കെ. പിന്നെ ഒരു കത്തിയെടുത്ത് എന്ത് ചെയ്യുക, ഇതുപോലെ ചെറിയ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക.
നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അതിൻ്റെ അകം ഉള്ളൊക്കെ നന്നായിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് തന്നെ മുരിങ്ങി കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം അതിൻ്റെ പുറത്തും ഒന്ന് ലൈറ്റായിട്ട് അരിപ്പൊടി ഇടുക. ഉണ്ടോ, ഇതുപോലെ ഒന്ന് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാം ഇതേ സെയിം രീതിയിൽ തന്നെ മറ്റെല്ലാ ഉരുളകളും എടുത്ത് റെഡിയാക്കി എടുക്കുക. പിന്നെ പാൻ അടുപ്പത്തി വെച്ചതിന് ശേഷം അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ കയ്യിലില്ലാത്തവർ പാം ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പാം ഓയിൽ ഉപയോഗിച്ചാലും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാനിവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള സ്നാക്സ് എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ വറുത്ത് കിട്ടുന്ന രീതിയിൽ വേണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ ഇടുക. അപ്പോൾ ഒന്നിനോർത്ത് ഒന്നായിട്ട് നമ്മളിങ്ങനെ ഇടുവാണെങ്കിൽ അങ്ങ് എല്ലാം നല്ല രീതിയിൽ കിട്ടണമെന്നില്ല. അത് മാത്രമല്ല ഒട്ടിപ്പിടിക്കാനും സാധ്യതയുണ്ട്. മൈദയാണല്ലോ, അതുകൊണ്ടിട്ട് ഒട്ടിപ്പിടിക്കത്തില്ല. എങ്കിലും നമ്മൾ അറിയാമല്ലോ സ്നാക്സ് പൊരിക്കുമ്പോൾ ഇടുന്ന ആ ഒരു രീതിയിൽ അങ്ങ് ഇടുക. അപ്പോൾ ഇട്ടപ്പോൾ തന്നെ അതൊരു ലെവലാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇത് ഉപയോഗിക്കല്ല കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാൽ ചിലത് നമ്മൾ ആദ്യം ഇട്ടത് നല്ല മുരിഞ്ഞ് കരിഞ്ഞു പോവാനും മറ്റ് ചിലതൊക്കെ പെട്ടെന്ന് വേവ് കുറവായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് ടേസ്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടാനായിട്ട് നമ്മൾ തീ എന്ത് ചെയ്യുക, ഒരു ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിലോ ഇട്ട് വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊന്ന് തീ ഒരല്പം കൂട്ടി വെച്ച് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ആ നെയ്യിൻ്റെയും നമ്മൾ കഴിക്കുമ്പോൾ ആ അരിപ്പൊടിയൊക്കെ ചേർത്തതിൻ്റെ ഒരു മുരിപ്പുമൊക്കെ സൂപ്പറായിരിക്കും കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ചൂടോടുകൂടി തന്നെ അതിൻ്റെ പുറത്തൊന്ന് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ മറക്കല്ലേ കേട്ടോ. കൊടുക്കുന്ന പഞ്ചസാര ഇതിൽ ആഡ് ആയി കിട്ടും.